വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എംബോസിങ് പെയിൻറ് അഥവാ പഫി പെയിൻ്റ് ആണ്. എംബോസിങ് പെയിൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഫി മീഡിയം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് എംബോസിങ് പെയിൻറ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പഫി മീഡിയം എന്ന് പറഞ്ഞിട്ടൊരു പെയിൻറ് ഒരു മീഡിയം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ മീഡിയം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻറ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പെയിൻറ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസം ഇതിലുണ്ടാവും. അതായത് വേറെ ഒന്നുമല്ല, ഇത് കുറച്ച് എംബോസ് ചെയ്ത് നിൽക്കും. ശരിക്കും നമുക്കൊരു എംബ്രോയ്ഡറി എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഡ്രസ്സിലൊക്കെ നമ്മൾ തൊടുമ്പോൾ ഒരു ചെറുതായി ഒന്ന് എംബോസ് ചെയ്ത് നിൽക്കും. അങ്ങനെ ചെയ്യുന്നൊരു പെയിൻറ്റിംഗ് ആണിത്. ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമുക്ക് സാരിയിലും കുർത്തയിലും ചുരിദാറിലും ടീഷർട്ടിലൊക്കെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നല്ല നല്ല ചിത്രങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനും നന്നായിട്ടുണ്ടായിരിക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വെൽവെറ്റ് ക്ലോത്തിൽ എങ്ങനെയാണ് ഈ എംബോസിങ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വെൽവെറ്റ് ക്ലോത്തിൽ ഇതുപോലെ എംബോസിങ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതുപോലെ ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെൽവെറ്റ് ക്ലോത്തിൽ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു പിക്ചർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, വെൽവെറ്റിൻ്റെ ക്ലോത്താണ്. ഇതുപോലെ എന്നിട്ട് എംബ്രോയ്ഡറി വെച്ചിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഒരു ചെറിയൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഈ പിക്ചറിൽ നമുക്ക് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പഫി മീഡിയം ആണ്, ക്യാമലിൻ്റെ പഫി മീഡിയം. അതായത് എംബോസിങ് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ഇതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ പഫി മീഡിയത്തിൽ ഫാബ്രിക് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ അത് ഈ പഫി മീഡിയം അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3:1 റേഷ്യോയിലായിരിക്കണം എടുക്കേണ്ടത്. 3 ഡ്രോപ്പ് മീഡിയം ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഡ്രോപ്പ് ഫാബ്രിക് പെയിൻറ്റ് മിക്സ് ചെയ്യുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇത് പഫി മീഡിയം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ കളർ ചെയ്യാം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പഫി മീഡിയം അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം എങ്ങനെയാണ് കളർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഓരോ പിക്ചറിൻ്റെ മേലെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കണം. ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് തണ്ടിനൊന്നും ഞാൻ പഫി പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. തണ്ടിന് നമുക്ക് കളർ ചെയ്താൽ മതി. ഇനി നമുക്കിത് ഒരു ദിവസം ഉണക്കാൻ വെക്കണം. ഒരു 24 hours എങ്കിലും മിനിമം നമ്മളിത് ഉണക്കാൻ വെക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് അയൺ ചെയ്യാം. അയൺ ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുവിധം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 24 മണിക്കൂർ നമ്മളിത് ഉണക്കാൻ വെക്കണം.
ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഇതിൻ്റെ അടിഭാഗം ഈ അടിഭാഗം നമ്മൾ അയൺ ചെയ്യണം. ഇത് അയൺ ചെയ്യാം. ഞാനിത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അയൺ ചെയ്യണം. ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ, നല്ല ചൂടിൽ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ കാണാൻ പറ്റും. കണ്ടല്ലോ, ഇപ്പോൾ ഒരു എംബോസിങ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാതും ഇങ്ങനെ ഉന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിൽ പെയിൻറ് ചെയ്യാം. നമുക്കിത് പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യാനായിട്ട് നമുക്ക് ഫാബ്രിക് പെയിൻ്റാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിൽ കളർ ചെയ്യാം. കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് നിങ്ങളുടെ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഫ്രെയിമോട് കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. നമ്മുടെ ടീഷർട്ടുകളിലൊക്കെ നമുക്ക് ചെയ്യാം, സാരിയിൽ ഇതുപോലെ പിക്ചേഴ്സൊക്കെ ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.